സമയം 12:30 വിളിച്ചാലോ? നയനയാണല്ലോ. ഹലോ ആദർശേട്ടാ, ആദർശന് കുഴപ്പമൊന്നുമില്ലല്ലോ? എടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്താ വല്ല സ്വപ്നം കണ്ടോ? കണ്ടു. അതെ, ഇൻഹേലറൊക്കെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇവിടെ ആളുണ്ടല്ലോ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അല്ല, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഇപ്പോഴാ ഒന്ന് കണ്ണടച്ചത്. ആ സമയത്ത് തന്നെ സ്വപ്നവും കണ്ടു. നയനെ, ഒരു കാരണവശാൽ ഉറക്കം കളയരുത്. നീ എന്നെ പറ്റി മാത്രം ചിന്തിച്ചു കിടക്കുന്നുണ്ട് ഓരോ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. വീട് മാറി കിടക്കുന്നല്ലാതെ എനിക്കൊരു കുഴപ്പമില്ല. നീ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഞാൻ നിന്നെ രാവിലെ വിളിച്ചോളാം. ശരി ആദർശേട്ടാ. ശരി. ഇതെന്താ ഡോറ് തുറന്നു കിടക്കുന്നേ? ഡോറും തുറന്നിട്ടിട്ട് മോളിത് അങ്ങോട്ടാ പോയത്? അയ്യോ, ഈ കുട്ടി ഇതെവിടെയാ? ഈ സമയത്ത് മോൾ ഇങ്ങനെ ഉറങ്ങാതിരുന്നാ എങ്ങനെയാ ശരിയാവുന്നേ? എങ്ങോട്ടാ പോയത്? ഉണർന്നായിരുന്നോ? നമ്മളൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോ ഒരാൾ ഉറക്കം കിട്ടാതെ ഹോളിലുണ്ട്. നയനമോള് കരഞ്ഞോണ്ടിരിപ്പുണ്ട്. മോൾ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനാ? പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞില്ലേ? പോയി പറയൂ. ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് മോളുടെ അടുത്തേക്ക് പോകാൻ പോലും തോന്നിയില്ല. പോയിട്ട് എന്ത് പറയാനാ? ആദർശ് അടുത്തില്ലാതെ മോൾക്ക് ഉറങ്ങാൻ പറ്റില്ല. 7-ാം മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വയറ്റിൽ അമ്മയുടെ ചൂട് പറ്റിയാണ് മക്കൾ കിടക്കാറ് പതിവ്. ആ സമയത്ത് ഭർത്താവിന്റെ ചൂട് പറ്റി ഭാര്യയെ ഉറങ്ങാൻ അനുവദിക്കാറില്ല. അതിന് 7 മാസം ആയില്ലല്ലോ. ഇത് തുടക്കല്ലേ? ഞാൻ പറഞ്ഞത് നമ്മുടെ ദാമ്പത്യം തുടങ്ങിയിട്ട് 52 വർഷങ്ങളായി. ഇതിനോടകം എന്റെ ഭാര്യ എന്നെ ആദ്യമായിട്ട് വെറുക്കുന്നത് ഇപ്പോഴാണല്ലോ. എനിക്ക് വെറുപ്പൊന്നുമില്ല. എന്റെ മനസ്സിൽ സങ്കടം. അഭിയം ജലജ ഈ വീട്ടിൽ നിന്ന് അടിച്ചു കളഞ്ഞാല് എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ അല്ലല്ലോ ആദർശ്. 1000 തവണ ഞാൻ പറഞ്ഞില്ലേ അവനെ ഞാൻ അടിച്ചിറക്കില്ലെന്ന്. അതിന് 1000 തവണ ഞാൻ മറുപടിയും പറഞ്ഞതാ. എന്നാ പിന്നെ കിടന്നുറങ്ങാൻ നോക്ക്. കുറച്ച് കഴിയുമ്പോ നയനെ പോയി കിടന്നോളും. മുംബൈ പോലീസിന് കാര്യമായ സഹായമൊന്നും കിട്ടിയിട്ടില്ല. അവിടെയും ഈ പറഞ്ഞവരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗ്രീന എന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും ഇതുവരെ അറിയാനും കഴിഞ്ഞിട്ടില്ല. ആ ഹോട്ടലുമായി ബന്ധപ്പെട്ടു. അവരാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട CCTV ഫൂട്ടേജ് പോലും തരുന്നില്ല. ഞാനും അവിടെ അവളെ കുറിച്ച് തിരക്കിയിരുന്നു. ആ ഹോട്ടലുകാർ ഫ്രോഡാണെന്ന് തോന്നുന്നു. ആയിരിക്കുമല്ലോ. അതുകൊണ്ടല്ലേ അവരെല്ലാവരും കൂടി ചേർന്ന് ആദർശൻ അവിടെ റൂം അറേഞ്ച് ചെയ്തത്. മുംബൈയിലെ കാര്യങ്ങൾ വലിയ കഷ്ടോ. അവിടെ ആദർശനുള്ള പരിചയം പോലും എനിക്കില്ല. എനിക്കും കിരണൊക്കെ അവിടെ ശക്തമായ ബന്ധങ്ങളുണ്ട്. ആ വഴിക്ക് ഞാൻ അന്വേഷണം തുടരുന്നുമുണ്ട്. നീ ഏതായാലും ഒരു കാര്യം ചെയ്യുക. ജ്വല്ലറിയുടെ MD ഉണ്ടല്ലോ, അയാളുടെ പേര് ഡേവിഡ് എന്ന്. അയാളുടെ പിന്നാലെ ഞങ്ങളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ഡീറ്റെയിൽസ് നീ ഒന്ന് കളക്ട് ചെയ്യാൻ നോക്ക്. ഈ ഗ്രീന ചെങ്ങന്നൂരുകാരിയാണെന്നാ പറഞ്ഞത്. പക്ഷേ അവളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഈ പറയുന്ന ഡേവിഡ് കുറെ വർഷങ്ങളായിട്ട് ദുബായിലാണെങ്കിലും അയാൾക്ക് നാട്ടിലൊരു വീടുണ്ടാവണമല്ലോ. അതൊന്ന് കണ്ടെത്തണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം ആദർശക. പിന്നെ എനിക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റാത്തത് അവളില്ലാത്തതുകൊണ്ട് അത് നന്ദോളോട് പറയണ്ട. രാത്രിയിൽ ഉറക്കമില്ല. യാത്ര ചെയ്യുമ്പോഴൊക്കെ അവളുടെ ചിന്തയാ. അവള് പ്രഗ്നന്റ് അല്ലാന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫ്രീ മൈൻഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ആദർശക, നയനച്ചയുടെ അവസ്ഥ അത് തന്നെയാ. ചേച്ചിക്ക് ഉറക്കമൊന്നും കാണില്ല. പക്ഷെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ നന്ദു? തൽക്കാലം ഇങ്ങനെ പോട്ടെ ആദർശക. എത്രയും പെട്ടെന്ന് നമ്മുടെ ശത്രുവിനെ കണ്ടെത്തിയിട്ട് മൂർത്തീസ് ജ്വല്ലറിയെ കൈപിടിച്ചുയർത്താം. അത് മാത്രം ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി. ശരി. കൊള്ളാടാ. നാളെ ഏതെങ്കിലും ചായക്കടയിൽ പോയി നിൽക്കേണ്ടി വന്നാൽ ഒരു പണി പഠിച്ചിരിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് തന്നെ അച്ഛാ ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇവന്റെ അത്ര പോലും തെറ്റ് ചെയ്യാത്ത ആദർശന് എന്തെല്ലാം ശിക്ഷകളാ കിട്ടിയത്. പിന്നെ ഇവ മാത്രം അങ്ങനെ ഇതിനകത്തിരുന്ന് സൂക്ഷിക്കണ്ട. ചായക്ക് കടുപ്പം മതി അച്ഛാ. നിന്റെ സംസാരത്തിന്റെ കടുപ്പം കുറച്ചാ മതി. നാവൊന്ന് അടക്കിയാ മതി. നീ ആ കൊച്ചിന് ചായ കൊടുത്തോടി. ഇപ്പൊ ചായയും ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കൊടുക്കേണ്ടത് നയനമോൾക്കാ. ഇപ്പൊ തന്നെ കൊടുക്കാമേ. വേണ്ട, നീ കൊടുക്കണ്ട. ദേ മോള് വരുന്നുണ്ടല്ലോ. കെട്ടിയും പോയതോടെ അവൾക്ക് ക്ഷീണം തുടങ്ങി. ഇനി വയറ്റിലുള്ള കുഞ്ഞൂടെ അങ്ങ് പോയെങ്കിൽ ഒന്ന് തുള്ളിച്ചാടി സന്തോഷിക്കായിരുന്നു. ഞാൻ മോക്ക് ചായ എടുത്തോണ്ട് വരാം. വേണ്ടമ്മ, അമ്മ അവിടെ ഇരിക്കുക. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്റെ മക്കളെങ്കി വാ, ഇവിടെ ഇരിക്കും. വാ. എനിക്ക് മുത്തശ്ശനോടാ സംസാരിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാനാണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. മോൾക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? മോള് പറയാൻ വന്നത് പറയട്ടെ. പറഞ്ഞോട്ടെ. എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും പുരാണ കഥകളൊന്നും വലുതായിട്ട് അറിയില്ല. കുട്ടിക്കാലത്ത് അത്തരം കഥകളൊന്നും ഞാൻ തീരെ കേട്ടിട്ടുമില്ല. പിന്നെ പുസ്തകങ്ങളൊക്കെ വായിച്ച അത്തരം കഥകളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാ ഇവിടെ വന്നതിന് ശേഷം ഇടയ്ക്കിടെ മുത്തശ്ശി ഞാൻ കേൾക്കാത്ത പല കഥകളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? അത് നമ്മള് ദൈവങ്ങളെ വെറുതെ പ്രാർത്ഥിച്ച പോരാ, അവരുടെ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഇടയ്ക്കിടെ മുത്തശ്ശൻ പറയാറുണ്ട്. അങ്ങനെ പ്രാവർത്തികമാക്കാൻ മനുഷ്യരായി പറഞ്ഞവർക്ക് ബുദ്ധിമുട്ടാ. ശ്രീരാമനെ പോലെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ആണുങ്ങൾ കുറവാ. അതുപോലെ സീതയെ പോലുള്ള പെണ്ണുങ്ങളും. അത് തന്നെ ഞാനും പറയാൻ വന്നത്. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, ഭർത്താവ് എവിടെയാണോ അവിടെ ആയിരിക്കണം ഭാര്യയും ജീവിക്കേണ്ടതെന്ന്. യുവരാജാവായ ശ്രീരാമൻ വനവാസത്തിന് പുറപ്പെടുമ്പോ സീതയ്ക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാൻ 2 രാജകൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരം, മറ്റൊന്ന് സ്വന്തം പിതാവിന്റെ കൊട്ടാരം. എന്നാ ആ രാജകൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളൊന്നും അല്ല സീത ആഗ്രഹിച്ചത്. കാനന പാതയിലൂടെ ഭർത്താവായ ശ്രീരാമസ്വാമിയെ അനുഗമിക്കാനാ. ഇവൾ അച്ഛനെ സോപ്പിടാൻ രാമായണത്തെ കൂട്ടുപിടിക്കുകയാണെന്നാ തോന്നുന്നത്. പേരും കള്ളി. അത് തന്നെയാ മോളെ ശരി. അങ്ങനെ തന്നെയാ വേണ്ടത്. ഭർത്താവ് ഉള്ളിടത്ത് ഭാര്യ വേണമെന്ന് മറ്റാരെക്കാളും ആഗ്രഹിക്കുന്ന കൂട്ടത്തില ഇദ്ദേഹം. മോളോട് മാത്രമല്ല മറ്റുള്ളവർക്കും അതുപോലെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളാ ഇപ്പൊ മറ്റൊരാളായി മാറിയിരിക്കുന്നത്. എനിക്ക് വലിയ രോഗം വന്ന ശേഷം എന്റെ തലച്ചോറിന് സാരമായ തകരാറ് സംഭവിച്ചു എന്ന് വസന്തയ്ക്ക് തോന്നുന്നല്ലോ. എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് എന്തോ കുഴപ്പമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അമ്മ അങ്ങനൊന്നും പറയാതെ. നീ പോടി, അടുക്കള പോ. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. അവക്ക് പോണെങ്കിൽ പോട്ടെ. എന്തിനാ വെറുതെ പിടിച്ചു നിർത്തുന്നത്? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഇവിടെ പറഞ്ഞ എന്തിനാ? ആദർശമുള്ളിടത്തേക്ക് മോൾക്ക് പോണെന്നാ മോള് പറഞ്ഞത്. ആയിക്കോട്ടെ, ഭർത്താവ് ഉള്ളിടത്ത് ഭാര്യ പോണം. അങ്ങനെയുള്ള ഭാര്യ ഭർത്താവിനൊപ്പം വേണം തിരിച്ചു കുടുംബത്തിൽ കയറാനും. എന്ന് വെച്ചാ രാമായണത്തിന്റെ ഏടുകൾ ഇവിടെ പറഞ്ഞ നയന അത് തന്നെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാ പറഞ്ഞത്. രാമായണത്തിന്റെ ഏടുകൾ ഇവിടെ പറഞ്ഞ നയന
അത് തന്നെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാ പറഞ്ഞത്. എന്തെങ്കിലും മടങ്ങി വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് വരാൻ പാടില്ല. മുത്തശ്ശ, എനിക്ക് പോണം. ആദർശേട്ടനില്ലാതെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആദർശേട്ടന്റെ അവസ്ഥയും അത് തന്നെയാ. ആരെങ്കിലും അതിന് മോളെ തടയുന്നുണ്ടോ? പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആദർശനൊപ്പം മോൾക്ക് പോവായിരുന്നു. ആരാ പിന്നെ മോളെ ഇവിടെ പിടിച്ചു നിർത്തിയത്? ഞാനാ. എന്റെ മോള് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ മോളോട് പൊയ്ക്കോളാൻ പറഞ്ഞേനെ. എന്നാ ഇപ്പൊ അതല്ല അവസ്ഥ. ഈ വീട്ടിനകത്ത് ഇപ്പൊ സംസാരം മാത്രമേ ഉള്ളൂ, തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് നേരെ ആരും വിരൽ ചൂണ്ടി സംസാരിക്കുന്നില്ല. എന്നാൽ നാളെ അത് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് പോകേണ്ടവർക്കൊക്കെ പോവാം. അതിൽ ഞാനൊരു തടസ്സമല്ല. മോളെ, മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ദേവയാനി, ഇനി മോളെ പിടിച്ചു നിർത്താൻ ഒന്നും ശ്രമിക്കേണ്ട. മോളെ പൊക്കോട്ടെ. ഞാൻ പോവാ അമ്മ. പോകുമ്പോ എന്റെ കൂടെ ചന്തമോളുണ്ടാവും. എന്തിനടിച്ചിരിക്കുന്നേ? ഞാൻ ചിരിച്ചില്ലല്ലോ. ചിരിച്ചില്ലേ? നീ മനസ്സിൽ ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടടി. ചന്തുമോളെ കൊണ്ട് പോവാണെന്ന്. ആരാടാ ചന്തുമോള്? ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന് പറയാൻ. ആരാടാ ചന്തുമോള്? പറയടാ. എടാ ആരാന്ന് പറയടാ. ആരാ ചന്തുമോള്? എന്റെ മോള. നിന്റെ സ്വന്തം മോളാ. ആ മോളൂടെ ഇവിടുന്ന് പോയി കഴിഞ്ഞാ നീ രക്ഷപ്പെട്ടുവല്ലേ? നിന്റെ വിഴുപ്പ് ചുമക്കുക എന്റെ മോൻ. ഇതിന് അടിവരെ ഇടണമെന്ന് ഞാൻ പലതവണ ആലോചിച്ചതാ. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ വീണ്ടും തകർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത്. എല്ലാവർക്കും തൃപ്തിയായല്ലോ അമ്മേ. എന്റെ മോൻ പോയി. ഇപ്പൊ മരുമോളും പോവാ. കൂടെ ചന്തമോളും. അങ്ങനെയുള്ള വീട്ടിൽ എനിക്ക് നിൽക്കണമെന്നില്ലമ്മേ. നമ്മള് അച്ഛന്റെ അടുത്തേക്ക് പോവാണോ അമ്മേ? ആ, അച്ഛനടുത്തേക്ക് പോവാ. അപ്പൊ മുത്തശ്ശി കരയുമല്ലോ. കരയും. മോളും മോളുടെ അമ്മയും പോയി കഴിഞ്ഞാ എത്ര കരയുണ്ടാന്ന് വിചാരിച്ചാലും എനിക്ക് സങ്കടം അടക്കി പിടിക്കാൻ പറ്റില്ല. എനിക്ക് ഉറക്കമില്ലമ്മേ. അതുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്. ആദർശന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ച ആദർശൻ ഇവിടുന്ന് പോയത്. പക്ഷെ അതിനുള്ള ശക്തിയും കരുത്തും ആദർശന് കിട്ടണമെങ്കിൽ ഞാൻ കൂടെ വേണം. എന്നോട് അങ്ങോട്ട് ചെല്ലാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എങ്കിലും എന്റെ മനസ്സ് പറയുന്നു ഞാൻ എവിടെയാ നിൽക്കേണ്ടതെന്ന്. പിന്നെ എന്തിനാ മോളെ എന്നെ മാത്രം ഒഴിവാക്കുന്നത്? മോൾക്കിപ്പോ എന്തായാലും ഒരു അമ്മയുടെ പരിചരണം ആവശ്യമാണ്. അത് മാത്രമല്ല, ചന്തമോളോട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വല്ലാത്തൊരു ഒറ്റപ്പെടലായിരിക്കും. അതുകൊണ്ട് അമ്മയും വരുമോ മോൾക്കൊപ്പം? മുത്തശ്ശി പറഞ്ഞു കേട്ടില്ലേ, നമ്മൾ രണ്ടാളും കൂടി ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് വലിയ സങ്കടാവുന്നു. ആണോ? അതുകൊണ്ട് തൽക്കാലം അമ്മ ഒരു കാര്യം ചെയ്യട്ടെ. മോളെ ഇവിടെ നിർത്തിയിട്ട് പോവാം. സാരമില്ല കുട്ടാ. മോക്ക് കാണുമെന്ന് തോന്നുമ്പോഴൊക്കെ അമ്മ ഇങ്ങോട്ട് ഓടി എത്തിക്കോളാം. അതുപോലെ തന്നെ സ്കൂളിൽ വന്ന് അമ്മ മോളെ കണ്ടോളാം. കുറച്ചു ദിവസം കഴിയുമ്പോ അച്ഛനെയും കൂട്ടി അമ്മ ഇങ്ങോട്ട് തന്നെ വരും. അതുവരെ മോള് മുത്തശ്ശിക്കൊപ്പം സന്തോഷത്തോടെ ഇവിടെ നിൽക്കണം. പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ മുത്തശ്ശിക്കൊപ്പം മോക്ക് അവിടെ വരികയും ചെയ്യാം. അച്ഛനെ ഒരുപാട് ജോലി ചെയ്തു തീർക്കാനുണ്ട്. കണ്ടില്ലേ മൂർത്തി മുത്തശ്ശന് എല്ലാവരോടും ചൂടാവുന്നേ. അതൊക്കെ മാറി നമ്മുടെ വീട് പഴയ വീടാവണം. അങ്ങനെ ആകാൻ വേണ്ടിട്ടാ മോളുടെ അച്ഛൻ ഇവിടെ നിന്ന് പോയത്. അമ്മയും കൂടി അങ്ങ് ചെന്നില്ലെങ്കിലേ അച്ഛന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല മോളെ. വയറ്റിലുള്ള വാവയെ നോക്കിക്കോളുടെ അമ്മേ.